ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിനി കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള മാലകളാണ് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ സെറ്റ് ചെയ്യണത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് പാലയ്ക്ക സെറ്റാണ്. അതിന് നമുക്ക് ഇതുപോലുള്ള സെറ്റുകൾ ഒരു ബോക്സിലായി തന്നെ കിട്ടും. അതിൽ ലോക്കറ്റ് കാണും, പിന്നെ ഇതുപോലുള്ള സ്റ്റഡ് കാണും, പിന്നെ നമുക്ക് കുറച്ച് സ്റ്റോണ്, അതുപോലെ പാലയ്ക്കയുടെ പെറ്റൽസ്, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഫസ്റ്റിലെ ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ 2 ഹോള് വരുന്ന ഐറ്റങ്ങളാണ്. അതായത് ഈ സ്റ്റോണും അതുപോലെ പെറ്റലുകളിലും 2 ഹോള് വരുന്നതാണ്. ഫസ്റ്റിൽ നമുക്കിതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീനാണ് എടുത്തേക്കുന്നത്. നമുക്കിതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 12 പാലയ്ക്കയുടെ പെറ്റലാണുള്ളത്, അതുപോലെ സ്റ്റോണും ഉണ്ട്. ആദ്യം ഒരു സ്റ്റോൺ വയ്ക്കണം, പിന്നെ പാലയ്ക്കയുടെ ആ പെറ്റൽ, ആ രീതിക്കാണ് നമ്മളിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. നിങ്ങൾ എപ്പോഴും ചെയ്താലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ട് ചെയ്യാം. അപ്പം നമുക്ക് കൺഫ്യൂഷനും ഉണ്ടാവില്ല, വേഗം തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. ഈ രീതിക്ക് നമ്മൾ അറേഞ്ച് ചെയ്തോ. പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ എൻഡിലായിട്ട് 2 സ്റ്റോണുകളാണ്. അതിൽ ഒരു സൈഡിൽ ഇതുപോലെ നമുക്ക് സൈഡ് റിങ്ങും അതുപോലെ ബാക്ക് ചെയിനൊക്കെ കോർക്കാനുള്ള ഒരു ചെറിയ സൈഡ് റിങ് ഉണ്ട്. പക്ഷേ ഒരു സൈഡിലില്ല. അവിടെ നമുക്ക് ഗിയർ വയറിൽ ഗിയർ ലോക്ക് ചെയ്ത് ചെയിനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിനകത്ത് വേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നീ നമുക്ക് ബാക്ക് ചെയിൻ വേണം, അല്ലാന്നുണ്ടെങ്കിലും ബാക്ക് ത്രെഡ് വേണം. ഞാനിപ്പോൾ ഇതുപോലെ ബാക്ക് ചെയിനാണ് എടുത്തേക്കുന്നത്. പിന്നെ ഗിയർ വയർ, ഗിയർ ലോക്ക്, ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു ഡബിൾ ഹോൾ ഉണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗിയർ വയർ 2 ഗിയർ വയറായിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ കുറച്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുത്തു. ഫസ്റ്റിലെ നമ്മൾ ഇതിനകത്ത് ഇതുപോലെ 2 ഗിയർ ലോക്ക്, 2 ഗിയർ വയറിലും ഇതുപോലെ 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് കൊണ്ടുവെക്കുക. അതിനുശേഷം നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ഗിയർ ലോക്ക് ആയി കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ ഗിയർ ലോക്ക് ചെയ്യുക. ഇനി അടുത്ത സൈഡിൽ നിന്ന് ഈ ഗിയർ വയറിൻ്റെ അകത്തൂടെ ഇതുപോലെ സ്റ്റോൺ എടുക്കുക. ഗിയർ വയർ ആ സ്റ്റോണിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക. ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ആ സ്റ്റോണിനകത്തായിട്ട് വരും. നമ്മൾ ലോക്ക് ചെയ്ത ആ ഗിയർ ലോക്ക് സ്റ്റോണിനകത്തായിട്ട് വരും. ഈ രീതിക്കാണ് നമുക്ക് കിട്ടുക. ലോക്ക് കണ്ടോ, ആ സ്റ്റോണിനകത്തായിട്ടാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ഈ സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന ഓരോ ബീഡ്സും പെറ്റലുമായിട്ട് ഇതുപോലെ ഈ ഗിയർ വയറിനകത്തോട്ട് കോർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ഗ്രീൻ കളറിലെ സ്റ്റോണ്, അതിന് ശേഷം നമുക്ക് അതിൻ്റെ പെറ്റൽ കൊടുക്കാം. ഇതുപോലെ കോർക്കുക. എപ്പോഴായാലും അത് കോർക്കുമ്പോഴത്തേന് ശ്രദ്ധിച്ച് തന്നെ കോർക്കുക. നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വച്ചിട്ട് ചെയ്യുക. അതാവുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നമുക്ക് വേഗം തന്നെ കോർത്തെടുക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് മാലകളുടെ വീഡിയോസ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റിലെ പാലയ്ക്ക ചെയ്തേ ഉള്ളൂ. എന്തോ ട്രഡീഷണലായ ഒരു ആഘോഷം ഉണ്ടെങ്കിലും പാലയ്ക്ക മാല എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ പാലയ്ക്കയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ മുന്നോട്ട് ഓരോ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം. ഇത് വേഗത്തിൽ കാണിക്കുന്നത് ഫസ്റ്റിലെ നമ്മൾ കോർത്ത ആ ഒരു മെത്തേഡിൽ തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ കോർത്തെടുക്കുന്നത്. ഒരു സ്റ്റോൺ വെക്കുക, പിന്നെ ഈ പാലയ്ക്കയുടെ ഒരു പെറ്റൽ വയ്ക്കുക. ആ രീതിക്കാണ് നമ്മൾ ചെയ്യണത്. ഈ പാലയ്ക്കയുടെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന പാലയ്ക്ക മാലയോ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ പാലയ്ക്കയുടെ ബോക്സ്, അതായത് ഈ മെറ്റീരിയലിൻ്റെ ബോക്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഓണ സീസണും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട്
ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പാലക്കയുടെ സെറ്റ്. നിങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഇത്രയും പാലക്കയുടെ അല്ലാതെ തന്നെ വരുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ അതിൻ്റെ നടുക്ക് വച്ചേക്കുന്ന ആ ഒരു ലോക്കറ്റും അതുപോലെ 2 സ്റ്റോണും 2 പെറ്റലും ആയിട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിനകത്ത് നമുക്കൊരു ചെയിന് കൊടുത്താൽ മതി, ബാക്ക് ചെയിനോ അല്ലെങ്കിൽ ബാക്ക് ത്രെഡോ. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ വയറിനകത്തും ചെയ്യാം. ഇതിന് മുന്നേ ഞാനൊരു ഗിയർ വയറിൽ ലോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡിൽ നമുക്ക് പാലക്കയും സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസ് ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ അതും ഇടുക. ഇപ്പം നമുക്ക് ഇതുപോലെ ഓരോ ബീഡ്സും അല്ല സ്റ്റോണും അതുപോലെ ഈ പെറ്റൽസ് ഇതുപോലെ കോർത്തെടുക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടാൽ മാത്രം മതി. നമുക്കിതുപോലെ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബോക്സ് നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് എടുക്കുക. എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിലെ ഒരു സൈഡിൽ നമുക്ക് ബാക്ക് ചെയിനും അതുപോലെ ത്രെഡുകൾ കോർക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് റിംഗ് ഉണ്ട്. പക്ഷേ ഒരു സൈഡിലെ ബീഡ്സിൽ നമുക്കതില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടായി പോവും, നല്ലൊരു ഫിനിഷിങ്ങും കിട്ടാതെ വരും. അപ്പോഴേ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് എടുക്കുക. ഇപ്പം നമ്മൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റിലെ സ്റ്റോണും ഇട്ടു. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഗിയർ ലോക്ക് ഇടുന്നുണ്ട്. ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്ക് ചെയിൻ ഇതിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക. ഇതുപോലെ നമുക്ക് കയറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്റ്റോണിന് അടുത്തായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം നമുക്ക് ഗിയർ ലോക്കിന് പ്ലെയർ ഉപയോഗിച്ച് ഗിയർ വയറിനെയും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്ത് ഇനി നമ്മൾ അടുത്ത ഭാഗത്തും ഇതുപോലെ തന്നെ ബാക്ക് ചെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പേരായിട്ട് ഈ കമ്മലും ആയിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഈ ലോക്കറ്റില്ലേ, ആ ലോക്കറ്റിനകത്തായിട്ട് നമുക്ക് ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം. അതായത് നമ്മൾ കുങ്കുരു സെറ്റ് ചെയ്യില്ലേ, ആ കുങ്കുരു സെറ്റ് ചെയ്യുന്ന കമ്പിയുണ്ട്, ചെറിയ നൂൽക്കമ്പി. അതിനകത്ത് ക്രിസ്റ്റൽ ബീഡ് വേണം. നമ്മൾ ഏത് കളറ് പാലക്ക സെറ്റാണോ എടുക്കുന്നത് അതിൻ്റെ കളറ് ക്രിസ്റ്റൽ ബീഡ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ കോർത്ത് കൊടുക്കുക ബീഡ്സിനെ. ഈ കമ്പിക്ക് അകത്തൂടെ കോർത്തതിന് ശേഷം ഈ ലോക്കറ്റിൽ കൊണ്ടുവന്ന് ഇതുപോലെ ലോക്കറ്റിൻ്റെ ഹോളിലൂടെ ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഈ കമ്പി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാലൻസ് വരുന്നതിനെ കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ സെയിം കളറ് ബീഡ്സ് ഇല്ല, ക്രിസ്റ്റൽ ബീഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ.